സൗരോർജം, ജലവൈദ്യുതി, താപവൈദ്യുതി, കാറ്റാടി, ആണവ വൈദ്യുതി തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിന് തിരുവയോ ഡ്യൂട്ടിയോ ഏർപ്പെടുത്തരുതെന്ന കേന്ദ്ര തീരുമാനം. ഇത് കേരളം അട്ടിമറിക്കുന്നത് വിവാദത്തിലാവുകയാണ്. സൗരോർജ വൈദ്യുതി ഉൽപ്പാദനത്തിനുൾപ്പെടെ എനർജി ഡ്യൂട്ടി ചുമത്തിയ കേരളത്തിന്റെ തീരുമാനം കേന്ദ്ര നയത്തിന് വിരുദ്ധമാണ്. ഇതോടെ കേന്ദ്ര ഫണ്ടുകൾ ഇനി കിട്ടാനുള്ള സാധ്യതയാണ് കുറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടി ഉലയുന്ന കേരളത്തിന് ഇത് വലിയ തിരിച്ചടിയാകും. ഇതോടെ സോളാർ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ തെറ്റുകയാണ്. സോളാർ വച്ചാലും ഉപഭോക്താവിന് ഗുണമുണ്ടാകാത്ത അവസ്ഥ. നമ്മൾ ഉണ്ടാക്കി KSEBക്ക് നൽകുന്ന വൈദ്യുതിക്ക് നമ്മളിൽ നിന്നും എനർജി ഡ്യൂട്ടി വാങ്ങുകയാണ് KSEB. പക്ഷേ അവരുണ്ടാക്കി നമുക്ക് തരുന്ന വൈദ്യുതിക്ക് എനർജി ഡ്യൂട്ടി നമുക്ക് തരുന്നതുമില്ല എന്നതാണ് വസ്തുത. രണ്ടുപേരും വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ ഒരാൾക്ക് മാത്രം എനർജി ഡ്യൂട്ടി ബാധകമാകുന്നത് എങ്ങനെയെന്ന ചോദ്യവും പ്രസക്തമാണ്. പണം മുടക്കി സോളാർ സ്ഥാപിക്കുന്ന ഉപഭോക്താക്കളെ വെട്ടിലാക്കുന്നതാണ് ഈ തീരുമാനം. ഇത് പുതിയ തലത്തിൽ ചർച്ചയായി മാറുമെന്ന് ഉറപ്പാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിന് ഡ്യൂട്ടി ചുമത്തരുതെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം ഡ്യൂട്ടിയിൽ നിന്ന് പിൻവാങ്ങിയില്ല. 2024-25 ബജറ്റിൽ യൂണിറ്റിന് 15 പൈസയായി ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. ഏപ്രിൽ മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. ഇതോടെ പുരപ്പുറ സൗരോർജ ഉൽപ്പാദകരുടെ ബിൽ തുക വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരിൽ നിന്ന് കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ ഇതിന് വിരുദ്ധമായി തിരുവയും ഡ്യൂട്ടിയും സെസ്സും പിരിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം കഴിഞ്ഞ വർഷം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരുന്നു. ഒക്ടോബറിൽ സർക്കുലറും പുറപ്പെടുവിച്ചു. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ 4ാം പട്ടികയിലാണ് സംസ്ഥാനങ്ങൾക്ക് തിരുവയും ഡ്യൂട്ടിയും ചുമത്താനുള്ള അധികാരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. വൈദ്യുതിയുടെ കാര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും മാത്രമേ സംസ്ഥാനത്തിന് ഡ്യൂട്ടി ചുമത്താൻ അധികാരമുള്ളൂ. ഇതിൽ വൈദ്യുതി ഉൽപ്പാദനത്തിനെക്കുറിച്ച് പരാമർശമില്ല. അതായത് ആരെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ അതിന് തിരിവ് ചുമത്തരുതെന്ന് സാരം. ഒരു സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ചിലപ്പോൾ ഉപയോഗിക്കുക മറ്റൊരു സംസ്ഥാനത്തായിരിക്കും. ഭരണഘടന പ്രകാരം ഒരു സംസ്ഥാനത്തിന് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് തിരുവയോ ഡ്യൂട്ടിയോ പിരിക്കാൻ അധികാരമില്ല. പുരപ്പുറ സൗരോർജ പദ്ധതിയിൽ ഉൽപ്പാദകരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഇത് അവസരമായി കണ്ട് അധിക വരുമാനം ലഭിക്കാനായി തിരുവകൾ ഈടാക്കി. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് KSEBക്ക് നൽകുന്ന ഓൺ ഗ്രിഡ് ഉൽപ്പാദക ഉപയോക്താക്കൾക്ക് മാത്രമാണ് എനർജി ഡ്യൂട്ടി ബാധകം. KSEBയുമായി ബന്ധമില്ലാത്ത ഓഫ് ഗ്രിഡ് ഉൽപ്പാദകർ ഡ്യൂട്ടി നൽകേണ്ടതില്ല. ഇതും ഇരട്ടത്താപ്പാണ്. എല്ലാം ഓഫ് ഗ്രിഡ് ആക്കിയാൽ ഉപഭോക്താവിന് കോളടിക്കും. അല്ലാത്തപക്ഷം നമ്മളുണ്ടാക്കുന്ന വൈദ്യുതിയിലൂടെ KSEBക്ക് ലാഭം പലവിധമാണ്. കേന്ദ്ര നയപ്രകാരം 2030ഓടെ ആകെ ഉപയോഗത്തിന്റെ 50% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നാകണം വൈദ്യുതി ഉൽപ്പാദനം. ഈ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ സൗരോർജ വൈദ്യുതി ഉൽപ്പാദനം പരമാവധി പ്രോത്സാഹിപ്പിക്കണം. ഇതിനെയാണ് കേരളത്തിന്റെ പണമോഹം തുരങ്കം വയ്ക്കുന്നത്. മുൻ DGP ശ്രീലേഖ പങ്കുവച്ച പോസ്റ്റാണ് ഈ ചർച്ചകൾക്ക് ആധാരം. സോളാർ വച്ചിട്ടും 10,000 രൂപ പ്രതിമാസ ബില്ല് കൊടുക്കേണ്ട സാഹചര്യമാണ് അവർ വിശദീകരിച്ചത്. ഇത് വ്യാപക ചർച്ചയുമായി മാറി. ഇതിനിടയ്ക്കാണ് എനർജി ഡ്യൂട്ടിയിലെ ചതിയും പുറത്തുവരുന്നത്.